സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. യഥാർത്ഥത്തിൽ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ്, ആധികാരികമായ വീഡിയോ ആണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. എങ്കിലും ഒന്ന് പരിചയപ്പെടുത്താം. ഇങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ട്, ഇതിൻ്റെ ചില ടൂൾസുകൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാസ്റ്റർ പേജ് എന്ന സംവിധാനവും അതുപയോഗിച്ച് നമുക്ക് ഹെഡറും ഫൂട്ടറും തയ്യാറാക്കുക, പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഉള്ള കാര്യം, നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ പേജ് മാർജിൻ സെറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, എങ്കിലും അതും ഇപ്പോൾ ഒന്നുകൂടെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ്റ്റർ പേജാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ 4 പേജുണ്ട് എനിക്കിപ്പം. അതിനുവേണ്ടി നമുക്കൊരു മാസ്റ്റർ പേജ് തയ്യാറാക്കാം. മാസ്റ്റർ പേജ് തയ്യാറാക്കാൻ എഡിറ്റിനകത്ത് മാസ്റ്റർ പേജസ് ഉണ്ട്. അതിൽ ആഡ് ന്യൂ മാസ്റ്റർ പേജ് എന്നുള്ള എടുക്കാം. അവിടെ മാസ്റ്റർ പേജ്, നമുക്ക് മാസ്റ്റർ പേജിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പേജസിന് വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുന്നു. താഴെ ഇവിടെ ലെഫ്റ്റ് പേജ് സെലക്ട് ചെയ്യാം, ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാണ് മാസ്റ്റർ പേജ്, അതിൻ്റെ പേര് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട ആ ടെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവരാം. ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് അതിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. പാൻഡമിക്സ് എന്നുള്ള ടെക്സ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സൂം ചെയ്യാവുന്നത്. ടെക്സ്റ്റ് ബോക്സിന്റെ വലിപ്പമൊക്കെ നമുക്ക് കുറയ്ക്കാം. ടെക്സ്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കാം, നമുക്ക് വലിപ്പം കുറയ്ക്കാം. ഓക്കെ, അതിൻ്റെ ടെക്സ്റ്റ് എഡിറ്റിംഗ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. നമുക്ക് ടെക്സ്റ്റ് ബോക്സിൻ്റെ ആ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ബോൾഡ് ചെറുതായിട്ട് ബോൾഡ് ആക്കാം, എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനിയും അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലുപ്പം വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം. ഓക്കെ, അപ്പം അത്രയുമായി. ഇപ്പം ലെഫ്റ്റിൽ അതായി. ഇനിയും അതിൻ്റെ ടോപ്പിൽ അതായി. നമുക്ക് താഴെ നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടെ ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ബോക്സിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ക്യാരക്ടർ പേജ് നമ്പർ കൊടുക്കാം. പേജ് നമ്പർ കൊടുക്കുമ്പോൾ പേജ് നമ്പർ ഒന്നോടും. ഇനിയും അലൈൻമെൻറ്റ് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് അതിൻ്റെ സെൻറ്റർ ആക്കാം. ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് സെൻറ്റർ ആക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ലെഫ്റ്റ് പേജിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് പിന്നെ ഫേസിംഗ് പേജസ് ഉപയോഗിക്കുന്നതിനകത്താണ് ഈ 2 ലെഫ്റ്റും റൈറ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ പുസ്തകത്തിലൊക്കെ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ പുസ്തകത്തിൻ്റെ പേരും റൈറ്റ് സൈഡിൽ ഓതറിൻ്റെ പേരും, റൈറ്റ് സൈഡിലെ പേപ്പറിൽ ഹെഡറായിട്ട് ഓതറിൻ്റെ പേരും ഒക്കെ വരുന്നതായിട്ട് കാണാനുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു മാസ്റ്റർ പേജ് കൂടെ എടുക്കാം. അതിന് റൈറ്റ് പേജ് എന്ന് കൊടുക്കാം. ഓക്കെ, അത് റൈറ്റ് പേജ് തന്നെ കൊടുക്കാം. വേറെ എന്തെങ്കിലും പേര് കൊടുത്താലും മതി, കുഴപ്പമില്ല. ശരി, ഇതിൻ്റെ വലുപ്പം ഒന്ന് കുറച്ച് നോക്കാം. ലെഫ്റ്റ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് എന്നുള്ളതായിട്ടും കിട്ടും. അതിനെ ഒന്ന് കോപ്പി ചെയ്താൽ മതി, Ctrl+C അടിച്ചിട്ട്. എന്നിട്ട് റൈറ്റ് പേജ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ പേസ്റ്റ് ചെയ്താൽ മതി. പേസ്റ്റ് ഹിയർ എന്ന് കൊടുക്കുമ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. പൊസിഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് വേണമെങ്കിൽ ഓതറിൻ്റെ പേര് കൊടുക്കാം. നവനീത്. ഓക്കെ, സൂം ചെയ്ത് നോക്കാം. Ctrl+1 കറക്റ്റ്. ഓക്കെ, താഴെ നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് പേജ് ഇവിടുന്ന് തന്നെ എടുക്കാം. ലെഫ്റ്റ് പേജ് എടുത്തിട്ട് താഴെ വന്ന പേജ് നമ്പർ തന്നെയായതുകൊണ്ട് Ctrl+C അടിക്കുന്നു. ഇനിയും റൈറ്റ് പേജിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം. Ctrl+V. ഓക്കെ, ഇവിടെ 2 ഇവിടെ 3 അപ്പം കറക്റ്റായി. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റിംഗ് ഒക്കെ നടത്താൻ ഞാൻ അത്രയും ചെയ്യുന്നില്ല. ഫോർമാറ്റിംഗ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഒക്കെ നമുക്ക് നടത്തി റെഡിയാക്കാവുന്നതാണ്.
ഓക്കെ, ഇനിയിപ്പം മാസ്റ്റർ പേജിൻ്റെ കഴിഞ്ഞു. എൻ്റെ മാസ്റ്റർ പേജ് ക്രിയേറ്റ് ചെയ്തു, എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെങ്ങും പേജിലെങ്ങും വന്നിട്ടില്ല. ഇനിയും നമുക്ക് ചെയ്യാവുന്നത് ഇത് ഒരു പേജ് സെലക്ട് ചെയ്യാം. മൊത്തത്തിൽ ചെയ്യാൻ പറ്റും. ഞാനൊരു പേജിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. പേജ് എന്നിട്ട് അപ്ലൈ മാസ്റ്റർ പേജ് എന്നുള്ളത് എടുക്കാം. അപ്ലൈ മാസ്റ്റർ പേജ് എടുത്തിട്ട് ഏത് മാസ്റ്റർ പേജാണ് ഇവിടെ കൊടുക്കുന്നത്, ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് എന്നുള്ള ആ മാസ്റ്റർ പേജ് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഇത് ഒന്നിച്ച് തന്നെ കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് എല്ലാ ഇതിനു വേണ്ടി കൊടുക്കാം. ഈ ലെഫ്റ്റ് എന്നുള്ളത് ഏത് പേജിന് വേണം, ഈവൻ പേജിന് വേണോ, ഓഡ് പേജിന് വേണോ, ഒന്നര പേട്ടുള്ള പേജിന് വേണമെങ്കിൽ റൈറ്റ് നമുക്ക് ലെഫ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈവൻ പേജസ് സെലക്ട് ചെയ്യുമ്പോൾ ഈവൻ പേജസ് അല്ലെങ്കിൽ ലെഫ്റ്റ് എന്നുള്ള ആ മാസ്റ്റർ പേജ് ലേഔട്ട് വരും. ഓക്കെ, അതുപോലെ റൈറ്റിനും അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ ചെയ്യും, കറണ്ട് പേജിന് മാത്രം നമുക്ക് കൊടുക്കുന്നു. അപ്പോൾ കറണ്ട് പേജിൻ്റെ ഹെഡറും ഫൂട്ടറും ഇവിടെ വന്നിട്ടുണ്ട്, ലെഫ്റ്റിലെ വന്നിട്ടുണ്ട്. അതുപോലെ റൈറ്റിലെ നമുക്ക് കൊടുക്കാം. റൈറ്റ് പേജ് സെലക്ട് ചെയ്യാം. റൈറ്റ് പേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് പേജിനകത്ത് അപ്ലൈ മാസ്റ്റർ പേജ് എന്ന് കൊടുത്ത് നമുക്ക് റൈറ്റിലെ മാസ്റ്റർ പേജും സെലക്ട് ചെയ്യാം. കറണ്ട് പേജിന് വേണ്ടി റൈറ്റിലെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് പാൻഡമിക്സ് എന്നും റൈറ്റ് സൈഡ് ഹെഡറായിട്ട് നവനീത് എന്നുള്ളതും വന്നിട്ടുണ്ട്. നമ്മുടെ റൈറ്ററിലൊന്നും നമുക്ക് ഇങ്ങനൊരു സംവിധാനമില്ല. ഒറ്റ ഹെഡർ ഫൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഇങ്ങനെ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഒന്നാമത്തെ പേജ് നമുക്ക് വേണ്ട, 1, 2, 3, 4, 5 പേജ് വരെ നമുക്ക് പേജ് നമ്പർ വേണ്ട എന്നുണ്ടെങ്കിൽ, ഹെഡർ വേണ്ട എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം റൈറ്ററിൽ ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത്തെ പേജ് വേണമെങ്കിൽ ഒഴിവാക്കാമായിരിക്കും, പക്ഷെ തുടർന്നുള്ള പേജുകളിൽ അത് ഒഴിവാക്കാനുള്ള സാധ്യത റൈറ്ററിൽ വേർഷനിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ അങ്ങനൊരു കുഴപ്പമില്ല. ഇത് നമുക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ എവിടെ തൊട്ട് പേജ് നമ്പർ കൊടുക്കണോ അവിടെ തൊട്ട് നമുക്ക് കൊടുക്കാനും സാധിക്കും. ഇതിന് ഇടയ്ക്ക് ഒരു പേജ് ഇൻസേർട്ട് ചെയ്യുമ്പം അവിടെയും നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്ത മാസ്റ്റർ പേജിനെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. പേജ് മാനേജ് പേജ് പ്രോപ്പർട്ടീസ് എടുക്കുക. അവിടെ മാസ്റ്റർ പേജ് എന്നുള്ളത് മാറ്റി നോർമൽ ആക്കി കഴിഞ്ഞാൽ ആ പേജിലെ മാസ്റ്റർ പേജിന്റെ ആ സങ്കേതങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നോർമൽ. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് മൊത്തത്തിൽ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. പേജ് അപ്ലൈ മാസ്റ്റർ പേജ് എടുക്കാം. ഇനിയും ലെഫ്റ്റ് എന്നുള്ളത് നമുക്ക് എടുക്കാം. ലെഫ്റ്റ് എടുത്തിട്ട് ഓഡ് പേജസിന് ലെഫ്റ്റ് എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റിലുള്ള എല്ലാ ലെഫ്റ്റ് പേജിനും ലെഫ്റ്റ് എന്നുള്ള മാസ്റ്റർ പേജിൻ്റെ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാനേജ് എത്ര എണ്ണം ഉണ്ടോ താഴോട്ട് എത്ര ഉണ്ടോ അത്രയും തന്നെ വന്നോളും. റൈറ്റിൽ അതുപോലെ തന്നെ ഈവൻ പേജസിന് നമുക്ക് റൈറ്റ് പേജ് എന്ന മാസ്റ്റർ പേജ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, പേജിൻ്റെ റേഞ്ച് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. മാനേജ് അപ്ലൈ മാസ്റ്റർ പേജ് എന്നുള്ളത് ഓൾ പേജസ് എടുത്തു കഴിഞ്ഞാൽ അതിന് വിതിൻ റേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. എത്ര പേജ് തൊട്ട് എത്ര പേജ് വരെ. ഇപ്പം 5ാമത്തെ പേജ് തൊട്ട് ബാക്കിയുള്ളതിനെല്ലാം കൂടെ വേണമെങ്കിൽ അവിടെ മാത്രം ഈ ഹെഡറും ഫൂട്ടറും വരത്തക്ക രീതിയിൽ നമുക്ക് റെഡിയാക്കാൻ കഴിയും. ഇപ്പം ഇഷ്ടംപോലെ മാസ്റ്റർ പേജ് കറക്റ്റായിട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും. വേറെ വേറെ പ്രോപ്പർട്ടീസ് ഉള്ള മാസ്റ്റർ പേജുകൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് 2 പേജ് കൂടെ പിന്നെ മുമ്പിലായിട്ട് ആഡ് ചെയ്യാം. പേജ് ഇൻസേർട്ട് കൊടുത്തിട്ട് 2 പേജസ് നമുക്കൊരു കവറിങ് പേജും അതിന് തൊട്ട് താഴെ ഒരു ഇൻഡെക്സ് പേജും കൂടെ വരത്തക്ക രീതിയിൽ 2 പേജ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ബിഫോർ എന്നുള്ള കൊടുക്കാം. എന്നിട്ട് ഞാൻ ഏത് തരം വേണം, മാസ്റ്റർ പേജ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോർമൽ തന്നെ കൊടുക്കാം. 2 നോർമൽ തന്നെ കൊടുക്കാം. ഇതിനു മുമ്പ് 2 നോർമൽ കൊടുക്കുന്നു. അപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല, മാസ്റ്റർ പേജിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ പേജ് നമ്പർ എന്ന് പറയുമ്പം Ctrl+1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ ഇവിടെ 3 ആണ് വന്നത്. പക്ഷേ നമുക്കിവിടെ ആദ്യത്തെ 2 പേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, കവർ പേജും അത് കഴിഞ്ഞിട്ട് ഇൻഡെക്സ് പേജും ഒക്കെയുള്ള 2 ആണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടന്റ് തുടങ്ങുന്ന പേജിന് 1 കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പേജ് നമ്പർ വേണം എന്നുണ്ടെങ്കിൽ നമുക്കതും ചെയ്യാനായിട്ട് സാധിക്കും. പേജ് നമ്പറിൻ്റെ കേസിൽ
ഫയൽ എടുക്കുക, ഡോക്യുമെന്റ് സെറ്റപ്പ് എടുക്കുക, അതിനകത്ത് സെക്ഷൻ എടുക്കുന്നു. സെക്ഷൻ എടുത്തിട്ട് ഈ പുതിയ സെക്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ള സെക്ഷനിലെ നമുക്ക് മാറ്റാം. നമുക്ക് 3ാമത്തെ പേജ് തൊട്ടാണ് വേണ്ടത്. 3ാമത്തെ പേജ് തൊട്ട് നമ്മുടെ സെക്ഷൻ ആരംഭിക്കുന്നു. അവിടെ തൊട്ട് പേജ് നമ്പർ തുടങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ പ്രസ് ചെയ്താൽ 3ാമത്തെ പേജിന് ആദ്യത്തെ 2 പേജിന് പേജ് നമ്പർ ഇല്ല. ഇനി 3ാമത്തെ പേജിനാവുമ്പോൾ 3ാമത്തെ പേജിൻ്റെ പേജ് നമ്പർ 1 മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് പേജ് നമ്പർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് റൈറ്റഡ് അങ്ങനെ ഒരു സംവിധാനം കണ്ടിട്ടില്ല, എനിക്കറിയില്ല, ഉണ്ടായിരിക്കും. എന്തായാലും ഇത് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വേണ്ടത് Ctrl+0. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഒന്നുകൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡോക്യുമെൻറ്റിൻ്റെ ഈ മാർജിൻ സെറ്റ് ചെയ്യുന്നതാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. മാർജിൻ സെറ്റിങ്സ് ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു സംവിധാനമാണ്. അത് ഞാൻ ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. ഇവിടെ ലേ ഔട്ട് നോക്കിയിട്ട് ഫേസിംഗ് പേജാണ്, ലെഫ്റ്റ് പേജ്, മാർജിൻ ആൻഡ് പ്ലീറ്റ്സ്. ലേ ഔട്ട് ഈ ഫേസിംഗ് പേജ് ആയതുകൊണ്ട് തന്നെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ആയിരിക്കും പറയുന്നത്. ഇൻസൈഡ് എന്നുള്ള മാർജിൻ എത്ര വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു 18 ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇൻസൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലം കൂടെ, സ്റ്റാപ്ലർ അടിക്കാനോ ഒക്കെയുള്ള സ്ഥലം കൂടെ ഇടത്തക്ക രീതിയിൽ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടിയിടാം. 14 എന്നുള്ളൊരു 20 ആക്കാം. ഓക്കെ, കുറച്ച് കൂടിയിട്ടുണ്ട്. ഔട്ട്സൈഡ് 14. ഇത് ഔട്ട്സൈഡാണ്, ഇത് ഇൻസൈഡ്. ഓക്കെ, ടോപ്പും ബോട്ടും നമ്മളിപ്പോൾ മാറ്റുന്നില്ല, വേണമെങ്കിൽ മാറ്റിയാൽ മതി. ഓക്കെ പ്രസ് ചെയ്യാം. നമ്മൾ ആ സെറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചേഞ്ചസ് ടു ഓൾ പേജസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം. അപ്ലൈ ചേഞ്ചസ് ടു ഓൾ മാസ്റ്റർ പേജസ് എന്ന് പറഞ്ഞാൽ അതിന് മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷമേ നമുക്ക് ആ മാറ്റം കാണാൻ സാധിക്കുള്ളൂ. ഞാൻ മുമ്പേ ഓക്കെ ഡയറക്റ്റ് അങ്ങ് പ്രസ് ചെയ്യായിരുന്നു, അന്നേരം വന്നില്ലായിരുന്നു. എന്തായാലും ഇവിടെ നോക്കാം. ഇവിടെ ചെറിയൊരു പ്രശ്നം എന്നുള്ളത് നമ്മുടെ ഇത് ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്തെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പേജ് സെറ്റപ്പിന് പോയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഇതെല്ലാം മാർജിന് വെളിയിലാണ് ഈ ബോക്സ് എല്ലാം കിടക്കുന്നത്. ആ ബോക്സിനെ നമുക്ക് മാർജിനുള്ളിലേക്ക് വലിച്ച് ഇടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള സംവിധാനം അല്ല ഡോക്യുമെൻ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ഈ പേജ് സെറ്റപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സെറ്റിങ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എല്ലാ പേജിനും പോയി നമ്മൾ ഇതുപോലെ ഇതെല്ലാം അകത്തേക്കാക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിലും നോക്കാം. ഓക്കെ, താങ്ക് യു.